പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും കടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത എല്ലാ വിധങ്ങൾക്കുമായി വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അല്പവിശ്വാസവും ഉറപ്പുള്ള വിശ്വാസവും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങളിലേക്ക്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ, 31-ാമത്തെ വാക്യം, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത അല്പവിശ്വാസവും ഉറപ്പുള്ള വിശ്വാസം എന്നുള്ള വിഷയമാണ്. ഇതിനകത്ത് ദൈവം പ്രാരംഭത്തിൽ എന്നോട് ഇടപെട്ടത് അല്പവിശ്വാസം ഒരാളിൽ കൊണ്ടുവരുന്ന 3 തലങ്ങൾ അല്ലെങ്കിൽ 3 സൈനുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വേഗത്തിൽ എന്നെ കേൾക്കുന്ന 1-ാമത്തെ സൈൻ വിചാരം എന്നുള്ളതാണ്. ഭയങ്കരമായ ആകുലത. എന്നെ ശ്രദ്ധിക്കുന്നവരെ, എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ച ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സകലതും കരുതിയിട്ടുണ്ടെന്ന് പത്രോസിന്റെ ലേഖനം വിളിച്ചു പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. അതേപോലെ തന്നെ 2 പത്രോസിൽ വിളിച്ചു പറയുന്നു, ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതൊക്കെയും അവൻ ദാനം ചെയ്തിട്ടുണ്ട്. ഈ വചനങ്ങളുടെ ആഴം അറിയാവുന്നവർ അല്പവിശ്വാസത്തിൽ നിന്ന് ഉറപ്പുള്ള വിശ്വാസത്തിലേക്ക് വരും. അതേപോലെ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നു, അല്പവിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുകൾ വെളിപ്പെട്ടാൽ നമുക്ക് അതിനെ ജയിക്കുവാൻ കഴിയും. 1-ാമത്തെ തലമെന്ന് പറയുന്നത് വിചാരമാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഒരു വ്യക്തിയിൽ അല്പവിശ്വാസമാണെങ്കിൽ അവൻ ഒത്തിരി വിചാരപ്പെടുന്നവനായിരിക്കും, ആകുലപ്പെടുന്നവനായിരിക്കും. ഇതേപോലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങി 31-ാമത്തെ വാക്യം വരെ നോക്കിയാൽ വിചാരത്തെക്കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 30-ാമത്തെ വാക്യത്തിൽ ദൈവം എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രത്തോളം അണിയിക്കുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും എത്രയധികം ദൈവം കാക്കുമെന്നും കരുതുമെന്നുള്ളതാണ് 30-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവരാണ്. അല്പവിശ്വാസം ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ ഭയങ്കര വിചാരത്തിലായിരിക്കും. പലതിനെ ചൊല്ലി അവൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്തത് എന്താകും, എങ്ങനെയാകും എൻ്റെ ഭാവി, എൻ്റെ കുടുംബം എങ്ങനെയാകും, എൻ്റെ തലമുറയാകും, എല്ലാത്തിനകത്തും ഭാരപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അല്പവിശ്വാസത്തിൽ 1-ാമത് വെളിപ്പെടുന്നത് വിചാരമാണെങ്കിൽ, എങ്കിൽ 2-ാമത്തെ തലമെന്ന് പറയുന്നത് അല്ലെങ്കിൽ 2-ാമത്തെ സൈൻ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. യേശു ശിഷ്യന്മാരും കടൽ യാത്ര ചെയ്യുമ്പോൾ യേശു ആ പടകിനകത്ത് ഉറങ്ങുകയാണ്. ആ പടകിനകത്ത് ഉറങ്ങുമ്പോൾ 24-ാമത്തെയും 25-ാമത്തെ വാക്യം, അവർക്ക് കാറ്റ് വിരോധമാകുകയും ആ പടക് മുങ്ങാൻ പോകുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. മുങ്ങാൻ പോകുന്ന അനുഭവത്തിനകത്ത് ശിഷ്യന്മാർ വന്ന് യേശുവിനെ വിളിച്ചുണർത്തിയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ കരുതലുകളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കരുതും. ആ കരുതലിനകത്ത് നമുക്കൊന്ന് ജീവിക്കാൻ ഇന്ന് തയ്യാറാകണം.
എങ്കിൽ മത്തായിയുടെ സുവിശേഷം 8:26 അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇത് രണ്ടാമത്തെ വിഷയമാണ്. അല്പവിശ്വാസം ഒരാളിൽ വെളിപ്പെട്ടാൽ അവനിൽ വലിയ ഭയം വെളിപ്പെട്ടു വരും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകുമെങ്കിൽ ഭയം നമ്മളിൽ ഉളവാകുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു വ്യക്തിയിൽ അല്പവിശ്വാസം ചലിക്കുന്നു എങ്കിൽ അവൻ സാഹചര്യങ്ങളിൽ വീണുപോകുന്നവനാണ്. സാഹചര്യങ്ങളാണ് അവനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഉറച്ച വിശ്വാസമുള്ളവൻ സാഹചര്യത്തെ നിയന്ത്രിക്കും. എന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളെ അവന് തിരിക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഒരുവൻ അല്പവിശ്വാസത്തിലാണെങ്കിൽ അവൻ നേരിടുന്ന പ്രതിസന്ധിയിൽ, അവൻ നേരിടുന്ന പ്രശ്നത്തിനകത്ത് അവൻ വീണുപോകും. എന്നാൽ ഉറച്ച വിശ്വാസത്തിലാണെങ്കിൽ അവൻ ആ വിഷയത്തെ തിരിക്കും. അതിനകത്ത് അത്ഭുതങ്ങളെ കാണാൻ തയ്യാറായിത്തീരും. നിങ്ങൾ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ശോധന ചെയ്യണം. നിങ്ങൾ ഉറച്ച വിശ്വാസത്തിലാണോ അതോ അല്പവിശ്വാസത്തിലാണോ നിൽക്കുന്നത്? ഈ വചന കേൾവി നിങ്ങൾ കേട്ടിട്ട് അത് ഒരു ചെവിയിലൂടെ വിട്ടുകളയാനല്ല, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇന്നു മുതൽ നിങ്ങൾ ഉറപ്പുള്ളവരായി മാറണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, പൂർണ്ണമായി വിശ്വസിക്കണം. എങ്കിൽ രണ്ടാമത്തെ ചിന്ത ഭീരുത്വം അല്ലെങ്കിൽ ഭയമാണ്. എന്നെ കേൾക്കുന്നവരെ, എല്ലാത്തിനകത്തും തൊടുന്നതിനകത്തെല്ലാം ഭയം വരുന്നു. ഒരു ചെറിയ തലവേദന വന്നാൽ വലിയ രോഗമാണെന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിലൊരാൾ ഒന്ന് കയറി വന്നാൽ, ഒരു കോളിംഗ് ബെല്ല് ഇട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം വരുന്നു എന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ഫോൺ കോൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു കൊറിയറോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ വന്നാൽ ആദ്യം അവർ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്തോ വലിയൊരു പ്രശ്നം വരുന്നു എന്നുള്ളത്. എന്നാൽ എൻ്റെ ദൈവത്തിൽ ഉറപ്പുള്ളവർ വിളിച്ചു പറയും, സകലതും നന്മയ്ക്കായിത്തീരും, സകലതും അത്ഭുതമായിത്തീരും. ആ ഒരു നിലയിലേക്ക് ഈ വചന സന്ദേശം നിങ്ങളെ ആക്കി തീർക്കേണ്ടതിനായിട്ട്, ഉറപ്പുള്ളവരായി തീരേണ്ടതിനായിട്ടാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മൂന്നാമത്തെ തലം അല്ലെങ്കിൽ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 14 അതിൻ്റെ 30-31 എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങിയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 31 യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഇതാ മൂന്നാമത്തെ ചിന്ത. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ തലം വലിയ സംശയമാണ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളും ഭയങ്കരമായ നിലയിൽ തുടങ്ങിയെങ്കിലും സംശയം ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. പല ജീവിതങ്ങളിലും സംശയം കയറുമ്പോഴാണ് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്പവിശ്വാസത്തിൻ്റെ ഒരു തലമാണ് സംശയം. അറിയാം, ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, മക്കളെ സംശയം, അറിയാം, നിൽക്കുന്ന സഭയിൽ മറ്റുള്ളവരെ സംശയം, പാസ്റ്ററിന്റെ സംശയം. എന്നെ കേൾക്കുന്നവരെ, സംശയം നമ്മുടെ പല വാതിലുകളും അടച്ചു കളയും, നമ്മുടെ സന്തോഷത്തെ അടച്ചു കളയും. എന്നാൽ ഈ പകൽ ഉറപ്പുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാക്കും. കാരണം പത്രോസ് ദൈവവാക്കിൽ ഉറപ്പോടെ ആ തിരമാലയുടെ മുകളിലൂടെ നടന്നവനാണ്. തൊട്ടു മുമ്പേ മുക്കുമെന്ന് പറഞ്ഞ ആ തിരമാലയിൽ യേശുവിൻ്റെ വാക്കിൽ അവൻ നടന്നു തുടങ്ങിയതാണ്. നടന്നു തുടങ്ങിയെങ്കിലും അവൻ്റെ ദൃഷ്ടിയിൽ ഇതാ കാറ്റ് വീശുന്നത് അവൻ കണ്ടു. കാറ്റിനെ കണ്ടവൻ പേടിക്കാൻ തുടങ്ങിയതാണ്. ആ പേടിക്കുന്ന സമയത്തിൽ അവൻ മുങ്ങിത്തുടങ്ങി. എന്നാൽ യേശു അവനോട് പറയാണ്, അല്പവിശ്വാസിയെ നീ സംശയിച്ചതെന്തിന്? ഞാനല്ലേ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ എവിടെ എത്തിക്കണമോ അവൻ അവിടെ എത്തിക്കും. ആ നിലയിൽ ഇന്ന് എല്ലാ മേഖലയിലും ഉറച്ചു വിശ്വസിക്കണം. കർത്താവെ, ഇന്നു മുതൽ അങ്ങയുടെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. എങ്കിൽ അല്പവിശ്വാസത്തിൻ്റെ 3 ആശയങ്ങൾ നിങ്ങൾ കേട്ടു. ഇന്ന് ജീവിതത്തെ ശോധന ചെയ്ത് ഇതിനെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ, പൂർണ്ണമായി മാറ്റിയിട്ട് ഉറച്ച വിശ്വാസത്തിലേക്ക് വരണം. ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 21 അതിൻ്റെ 20-21 ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. 21 അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യുമെന്നും, മാത്രമല്ല ഈ മലയോട് നീ കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശുവിൻ ശിഷ്യന്മാരും ഇതാ മുമ്പോട്ട് പോകുമ്പോൾ യേശു കർത്താവിന് വിശന്നു. അവനൊരു അത്തിയിൽ ഫലം അന്വേഷിച്ചു, പക്ഷെ ഇലയല്ലാതെ ഫലമില്ലായിരുന്നു. യേശു കർത്താവ് ആ അത്തിയെ ശാസിച്ചു. ആ അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ട ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു കർത്താവ് അവരോട് 21 പറയുന്നത് ആണ് ഉറച്ച വിശ്വാസം. എന്നെ കേൾക്കുന്നവരെ, 21 നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഞാൻ ഈ ചെയ്തത് നിങ്ങളും ചെയ്യും.
അത്രമാത്രമല്ല, ഈ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്ന ഒരു യേശു ആ ഒറ്റ വാക്യത്തിൽ നിന്ന് ശിഷ്യന്മാരോട് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പറഞ്ഞത്. ഫലമില്ലാത്ത അത്തിയോട് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഹല്ലേലൂയ. ക്ഷണത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ചിലതിനെ മാറ്റാൻ പറ്റും, ചിലതിനെ ഹല്ലേലൂയ നീക്കാൻ പറ്റും, ചിലതിനെ കരിച്ചു കളയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന രോഗങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകളെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. ഉറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 2 കാര്യങ്ങൾ വ്യക്തമായി നടക്കും. ഹല്ലേലൂയ. ഇതുവരെയും തല പൊക്കി നിന്ന് അത്തി ക്ഷണത്തിൽ കരിഞ്ഞു പോകും. ഹല്ലേലൂയ. അത്രമാത്രമല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന മല നീങ്ങി കടലിൽ പോകും. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങളെ ജയിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രോഗങ്ങളെ ജയിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പേര് ജയാളിയമാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ പ്രഭാതത്തിൽ അല്പവിശ്വാസവും ഉറപ്പുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചിലത് ആ തടസ്സങ്ങൾ മാറുകയാണ്. കർത്താവ്, അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം ഞങ്ങൾ കാണുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു പറയുന്ന ഓർപ്പിക്കുന്നു. 1000-ങ്ങൾക്ക് ഇത് അനുഗ്രഹമായിട്ടുണ്ട്. എങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.